വിശദമായ വാർത്തകൾ നോക്കാം. ഇനി സ്കൂൾ ദിനങ്ങൾ. ആടിയും പാടിയും പുത്തൻ പഠനോപകരണങ്ങളുമായി കുരുന്നുകൾ സ്കൂളുകളിലേക്ക് 210 ദിവസങ്ങൾ ഉൾപ്പെടുത്തി ഈ അധ്യയന വർഷത്തെ അക്കാദമിക് കലണ്ടറും പുറത്തിറക്കി. സംസ്ഥാനതല പ്രവേശന ഉത്സവം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ആദ്യ ദിനം സ്കൂളിലെത്തിയതിന്റെ പേടിയോ ആശങ്കകളോ ഇല്ല. ചിരിച്ചും കളിച്ചും കൂട്ടുകൂടിയുമെല്ലാം പ്രവേശനോത്സവവും കുട്ടികളും ആഘോഷമാക്കി. നെയിം ബാൻഡുകളും കളർ തൊപ്പികളും കയ്യിൽ റോസാപ്പൂവുമേന്തി കുരുന്നുകൾ 1ാം ക്ലാസ്സിലെത്തി. കളിച്ചും ചിരിച്ചും രസിച്ചും പഠിച്ചും അവരിനി ഇവിടെ വളരും. അമ്മയെ കണ്ടില്ലേ? ഇതേപോലെ ഇങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ മിണ്ടാതെയൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള കാലം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അതിലൊന്നും ഒട്ടും വ്യത്യാസമൊന്നും ഇപ്പോഴും കുരുന്നുകൾക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. മെഹബൂബ മെഹബൂബ കാക്കയ്ക്കുണ്ടൊരു കുപ്പായം, കറുത്ത കുപ്പായം, കോഴിക്കുണ്ടൊരു കുപ്പായം, ആലപ്പുഴ ജില്ലയിൽ ഇത്തവണ 768 പൊതുവിദ്യാലയങ്ങളിലായി 12,124 കുട്ടികൾ പുതുതായി സർക്കാർ സ്കൂളുകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. എന്തായാലും അത്രയധികം കുട്ടികൾ നമ്മുടെ സർക്കാർ സ്കൂളുകളെ ആശ്രയിച്ച് അതിൽ വിശ്വാസം ഉൾക്കൊണ്ട രക്ഷകർത്താക്കൾ ഉൾപ്പെടെ കടന്നു വരുന്നു എന്നുള്ളത് പ്രതീക്ഷ നൽകുന്നതാണ്. സംസ്ഥാന വ്യാപകമായി എല്ലാ സ്കൂളിലും പ്രവേശനോത്സവം നടത്തി. തിരുവനന്തപുരം മലയൻകീഴ് സ്കൂളിലാണ് സംസ്ഥാനതല ഉദ്ഘാടനം നടന്നത്. പൊതുവിദ്യാലയങ്ങളിൽ മികച്ച അടിസ്ഥാന സൗകര്യം ഉറപ്പുവരുത്താൻ LDF സർക്കാരിന് കഴിഞ്ഞതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കുട്ടികളിൽ ശരിയായ വീക്ഷണം വളർത്തിയെടുക്കുന്നതിൽ അധ്യാപകർക്ക് വലിയ പങ്കുണ്ടെന്ന് ഓർമ്മിപ്പിച്ച മുഖ്യമന്ത്രി തന്റെ അധ്യാപകൻ പഠിപ്പിച്ച ശ്ലോകവും ഉദ്ധരിച്ചു. 10 ലക്ഷത്തോളം കുട്ടികൾ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ കൂടുതലായി വന്നു ചേരുന്ന സാഹചര്യമാണ് കഴിഞ്ഞ 7 വർഷം കൊണ്ട് കേരളത്തിലുണ്ടായത്. ഏപ്രിൽ 5 വരെ ഇത്തവണ ക്ലാസുകൾ ഉണ്ടാകും. 210 അക്കാദമിക് ദിനങ്ങൾ ഉറപ്പുവരുത്താൻ ചില ശനിയാഴ്ചകളിലും ക്ലാസുകൾ ഉണ്ടാകും. ഈ വർഷത്തെ അക്കാദമിക് കലണ്ടർ തയ്യാറാക്കുന്നത് കുട്ടികൾക്ക് 210 ദിവസം പഠനത്തിന് വേണ്ടി കിട്ടത്തക്ക രൂപത്തിലുള്ള അക്കാദമിക് കലണ്ടറാണ് തയ്യാറാക്കുന്നത്. അത് അവധി തുടങ്ങുന്നത് ഏപ്രിൽ മാസം 1 അതിന് പകരം ഏപ്രിൽ മാസം 6-ാം തീയതിയാണ് അവധി തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. കാലാവസ്ഥാ മാറ്റവും മൺസൂൺ എത്താത്തതിന്റെ ആശങ്കയും പ്രകടിപ്പിച്ച് പ്രതിപക്ഷ നേതാവ്. എൻ്റെ മനസ്സ് എൻ്റെ വിദ്യാർത്ഥി ജീവിത കാലഘട്ടത്തിലേക്ക് മടങ്ങിപ്പോയി. പക്ഷെ എനിക്കിന്നൊരു വല്ലാത്ത സങ്കടം. കാരണം രാവിലെ സ്കൂൾ തുറക്കുമ്പോൾ മഴ പെയ്യുന്നില്ല എന്നുള്ളൊരു സങ്കടം. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂൾ തുറക്കുന്ന ദിവസം മഴ പെയ്യും. അത് ജൂൺ 1-ാം തീയതി മഴ പെയ്തിരിക്കും, നിർബന്ധമാണ്. 32 സ്കൂളുകളാണ് ഈ വർഷം മുതൽ മിക്സഡ് സ്കൂളുകളാക്കി മാറ്റിയത്. പൊതുവിദ്യാഭ്യാസ രംഗത്തെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് സംസ്ഥാനതല പ്രവേശനോത്സവം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ഈ വർഷത്തെ അധ്യയന വർഷത്തിൽ ദിവസങ്ങൾ കൂടുതലുണ്ടാകുമെന്നുള്ള പ്രഖ്യാപനം വിദ്യാഭ്യാസ മന്ത്രിയും നടത്തി. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. പുതിയ അധ്യയന വർഷം തുടങ്ങിയപ്പോൾ വയനാട് ചെതലയം 6-ാം മൈലിലെ തോട്ടക്കര കുഞ്ഞുമുഹമ്മദ് തന്റെ പതിവ് തെറ്റിക്കാതെ ആദിവാസി കോളനികളിലെത്തി. 1.5 പതിറ്റാണ്ടിലധികമായി കുഞ്ഞുമുഹമ്മദ് ഇങ്ങനെ സ്കൂൾ തുറക്കുന്ന സമയത്ത് ആദിവാസി കോളനികളിൽ കുട്ടികൾക്കായി തന്നാലാവും വിധം സംഘടിപ്പിച്ച ബാഗുകളും നോട്ട് ബുക്കുകളുമായി എത്തുന്നത്. ഒന്നര പതിറ്റാണ്ടിൽ അധികമായി വയനാട് ചെതലയം 6-ാം മൈലിലെ തോട്ടക്കര കുഞ്ഞുമുഹമ്മദ് എന്ന ചുമട്ടുതൊഴിലാളി സ്കൂൾ തുറക്കുന്ന സമയത്ത് ഇത്തരം യാത്രകൾ തുടങ്ങിയിട്ട് കയ്യിൽ തന്നാലാവും വിധം സംഘടിപ്പിച്ച ബാഗുകളും നോട്ട് ബുക്കുകളും കുടകളും ഒക്കെ ഉണ്ടാവും കോളനികളിലെ കുട്ടികൾക്ക് നൽകാനായി. ഇഞ്ചി ചുമട്ടുതൊഴിലാളിയായ കുഞ്ഞുമുഹമ്മദ് തൊഴിലിടവേളകളിലാണ് ജില്ലയിലെ ആദിവാസി കോളനികളിൽ തനിക്കാവും വിധമുള്ള കുഞ്ഞു സഹായവുമായി എത്തുന്നത്. കോളനികളുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറ്റ പരിതാപകരമാണ്.
ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്, അത് ഒട്ടുമിക്ക കോളനികളിലും എത്തിപ്പെടുന്നില്ല, അവർക്ക് പഠിക്കാൻ ഇല്ല. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്നൊരു സഹായം ഞാൻ ചെയ്യുന്നു. നമ്മളുടെ മക്കളൊക്കെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സ്കൂൾ തുറക്കുന്ന മുമ്പത്തിന് പുതുവസ്ത്രവും പുതിയ ബാഗും പുതിയ കുടയും ഇതെല്ലാം മേടിച്ചിട്ട് അവർ ഉഷാറായി പോകുമ്പോൾ ഈ മക്കൾക്ക് ഒന്നുമില്ല. അപ്പോൾ ഇത് കാലങ്ങളായി കണ്ട് ഞാനിങ്ങനെ കോളനികളിൽ കൂടെ കണ്ടറിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ വിവരം പുറത്തറിയിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് സുഹൃത്തുക്കൾ തന്നു. അത് ഞാൻ കോളനിയിൽ ഇവിടെ കൊണ്ടുപോയിട്ട് കൊടുക്കുന്നു. കാലം തെറ്റിയും വൈകിയും എത്തുന്ന സർക്കാർ സഹായങ്ങൾ പലപ്പോഴും സ്കൂൾ തുറക്കുന്ന സമയത്ത് കോളനികളിലെ രക്ഷിതാക്കളെ പ്രയാസപ്പെടുത്താറുണ്ട്. ഇത്തവണ യൂണിഫോമിന്റെ തുണി കിട്ടിയത് തയ്ച്ചു വാങ്ങാൻ പണമില്ലാതെ വലയുകയാണ് രക്ഷിതാക്കൾ. തുണിയൊക്കെ തന്നിട്ടുണ്ട്, തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. പൈസ വേണ്ട വാങ്ങാനും. 1-ാം തീയതിക്ക് ഉടുപ്പിട്ടിട്ട് പോകാൻ, യൂണിഫോം വാങ്ങിയിട്ടിട്ട് പോകാൻ പറഞ്ഞു. പൈസ ഉണ്ടെങ്കിലല്ലേ ഞങ്ങൾ ആ തുണിക്കടന്ന് വാങ്ങാൻ പറ്റുള്ളൂ. ഗോത്ര സമുദായത്തിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക വകുപ്പുണ്ടായിട്ടും ഇവരുടെ പ്രവർത്തനങ്ങൾ പദ്ധതികൾ വഴിപാട് പോലെ നടപ്പിലാക്കൽ മാത്രമാണ് എന്ന ആക്ഷേപം ശക്തമാണ്. അതാണ് കോളനികളിലെ പുതുതലമുറയുടെ വിദ്യാഭ്യാസ ക്ഷേമ പ്രവർത്തനങ്ങളിലെ പോരായ്മകളിലും തെളിയുന്നത്. ന്യൂസ് 18 വയനാട്. കോതമംഗലം ബ്ലോക്ക് തല പ്രവേശനോത്സവം രാമല്ലൂർ സേക്രഡ് ഹാർട്ട് LP സ്കൂളിൽ ആന്റണി ജോണി MLA ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ സിന്ധു ജിജോ അധ്യക്ഷത വഹിച്ചു. സിസ്റ്റർ മരിയാൻസി സ്വാഗതവും ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ അനൂജ നന്ദിയും പറഞ്ഞു. കോതമംഗലം DO പ്രീത രാമചന്ദ്രൻ, AEO KC സുധീർ, PPC KB സജീവ്, PTA പ്രസിഡന്റ് JSP ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കോതമംഗലം ശോഭന പബ്ലിക് സ്കൂളിൽ പരമ്പരാഗത കേരളീയ കലാരൂപങ്ങളുടെ അകമ്പടിയോടെ നടന്ന പ്രവേശനോത്സവം ശ്രദ്ധേയമായി. കേരളമൊന്നാകെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എന്ന പേരിലാണ് പരിപാടി നടത്തിയത്. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ആനി ജോസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ രഞ്ജിൽ റാണി അധ്യക്ഷത വഹിച്ചു. സ്കൂളിലേക്ക് പ്രവേശിക്കുന്ന നവാഗതർക്ക് ഒരു സൗഹൃദാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനാണ് ഇതുപോലൊരു പേരിട്ട പ്രവേശനോത്സവം സംഘടിപ്പിച്ചതെന്ന് പ്രിൻസിപ്പൽ സിസ്റ്റർ ആനി ജോസ് പറഞ്ഞു. ഗ്രഹത്തിന്റെ തണലിൽ ഇന്ന് സ്കൂൾ വർഷം ആരംഭിക്കുകയാണ്. ഇവിടെ നിങ്ങൾ കാണുന്ന ഈ തെയ്യം, ഭരതനാട്യം, മോഹിനിയാട്ടം, തിരുവാതിര തുടങ്ങിയ കേരള കലാരൂപങ്ങളുടെ ഒരു റെപ്രസെൻറ്റേഷൻ കേരളത്തെ സംബന്ധിച്ച് ഈ കുഞ്ഞുങ്ങൾ വലിയ പ്രതീക്ഷയാണെന്ന് പണിക്കൻകുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു ഇടുക്കി ജില്ലാതല പ്രവേശനോത്സവം. ജില്ലാതല പരിപാടികൾ സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനു സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. MP ഡീൻ കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. SSLC, +2 പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു. അധ്യയന വർഷമാരംഭം നാടെങ്ങും ആഘോഷമായപ്പോൾ ദുഃഖമായിരുന്നു കൊട്ടാരക്കര ആനക്കോട്ടൂർ ഗവൺമെന്റ് സ്കൂളിൽ. സഹപാഠിയുടെ മരണമാണ് ഇവിടുത്തെ വിദ്യാർത്ഥികളെ ദുഃഖത്തിലാഴ്ത്തിയത്. സംസ്ഥാനമൊട്ടാകെ പ്രവേശനോത്സവം ആർഭാടമാക്കിയപ്പോൾ നഴ്സറി മുതൽ 4ാം ക്ലാസ് വരെ കൂടെ പഠിച്ച കൂട്ടുകാരൻ സഞ്ജയുടെ വിയോഗത്തിൽ വിഷമത്തിലായിരുന്നു ആനക്കോട്ടൂർ സ്കൂളിലെ വിദ്യാർത്ഥികൾ. പുത്തൻ ഉടുപ്പുകളും സ്കൂൾ ബാഗും പുത്തൻ പ്രതീക്ഷകളുമായി എത്തിയ കൂട്ടുകാർക്ക് സഹപാഠിയുടെ വിയോഗം താങ്ങാനായില്ല. ബുധനാഴ്ച രാത്രി 10 മണിയോടെയാണ് സഞ്ജയ് പനി ബാധിച്ച് മരിച്ചത്. സഞ്ജയെ സംബന്ധിച്ചോളം വളരെ എപ്പോഴും ആര് ക്ലാസ്സിലോട്ട് വന്നാലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കുട്ടിയായിരുന്നു. അതിൻ്റെ ഒരു പ്രത്യേക പ്രകൃതമായിരുന്നു. വളരെ സ്നേഹത്തോടുകൂടി എല്ലാവരും അടുത്ത് ഇടപെടുന്ന ഒരു പരാതികളും ഇല്ലാത്തൊരു കുട്ടിയാണ്. ആനക്കോട്ടൂർ സന്തോഷ് ഭവനിൽ സന്തോഷിന്റെയും പ്രീതയുടെയും മകനാണ് സഞ്ജയ്. കഴിഞ്ഞ ദിവസം രാത്രി രോഗം ഗുരുതരമായതിനെ തുടർന്ന് സഞ്ജയെ ബന്ധുക്കൾ പുത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ന്യൂസ് 18 കൊട്ടാരക്കര. തൊടുപുഴ ഇടവെട്ടിയിൽ ഇടിമിന്നലേറ്റ് ചികിത്സയിലായിരുന്ന പാറമട തൊഴിലാളി മരിച്ചു. പൂപ്പാറ സ്വദേശി രാജയാണ് മരിച്ചത്. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ഇടിമിന്നലേറ്റത്. പരിക്കേറ്റ 8 പേർ ചികിത്സയിലാണ്. ഇന്നലെ വൈകുന്നേരം പ്രദേശത്തു പെയ്ത കനത്ത മഴയ്ക്കിടെ പാറമടയിലെ താൽക്കാലിക ഷെഡിൽ വിശ്രമിക്കുകയായിരുന്ന തൊഴിലാളികൾക്ക് ഇടിമിന്നലേൽക്കുകയായിരുന്നു. ആലക്കോട് കച്ചിറപ്പാറയിൽ അടുത്തിടെ പ്രവർത്തനം തുടങ്ങിയ പെരുമ്പാവൂർ സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള 5 സ്റ്റാർ ഗ്രാനൈറ്റ്സ് എന്ന പാറമടയിലാണ് അപകടമുണ്ടായത്. പരുക്കേറ്റവരെ തൊടുപുഴയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെയാണ് രാജ മരിച്ചത്. തൊഴിലാളികൾക്ക് ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കുന്നതിനുമായി നിർമ്മിച്ച ഷെഡിനുള്ളിൽ തറയിലും സ്റ്റൂളിലുമായി തൊഴിലാളികൾ ഇരുന്ന് സംസാരിക്കുന്നതിനിടെയാണ് ഇടിമിന്നലുണ്ടായത്.
ഇടിമിന്നലിന്റെ ആഘാതത്തിൽ എല്ലാവരും തറയിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. പലരും നെഞ്ചടിച്ചാണ് തറയിലേക്ക് വീണത്. പാറമടയിലുണ്ടായിരുന്ന കാറിൽ പരുക്കേറ്റ 3 പേരെ ആദ്യം സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. ആശുപത്രിയിലേക്ക് വരുന്നതിനിടെ ഇവർ ആലക്കോട് ടൗണിലുണ്ടായിരുന്നവരെ വിവരമറിയിച്ചു. ഇവർ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് തൊടുപുഴയിൽ നിന്ന് കൂടുതൽ ആംബുലൻസുകൾ എത്തിയാണ് പരുക്കേറ്റവരെയെല്ലാം ആശുപത്രിയിൽ എത്തിച്ചത്. വിവരമറിഞ്ഞ് തൊടുപുഴ അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് 18 തൊടുപുഴ. ആലുവ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ ചായക്കടയിൽ ആക്രമണം നടത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ. കസ്റ്റഡിയിലെടുക്കാനായി വീട്ടിലെത്തിയ പോലീസിനു നേരെയും ആശുപത്രിയിലും പ്രതി അക്രമാസക്തനായി. കോമ്പാറ SND സ്വദേശിയായ ഫൈസലാണ് അറസ്റ്റിലായത്. ആലുവ പട്ടേരിപ്പുറത്ത് വാടകയ്ക്ക് താമസിക്കുന്ന കോമ്പാറ NDA സ്വദേശിയായ ഫൈസലിനെയാണ് ആലുവ പോലീസ് അറസ്റ്റ് ചെയ്തത്. പട്ടേരിപ്പുറത്തെ വീട്ടിൽ പോലീസ് ഇയാളെ പിടികൂടാനെത്തിയപ്പോൾ നായയെ അഴിച്ചുവിട്ട് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. പിന്നീട് കൂടുതൽ പോലീസ് എത്തിയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച് രക്ഷപ്പെടാനും ശ്രമം നടത്തി. പ്രതിയെ കൊണ്ടുവന്ന പോലീസ് ജീപ്പിന്റെ പുറകുവശത്തെ ഗ്ലാസ് അടിച്ചു തകർത്തു. സ്റ്റേഷനിലും ആശുപത്രിയിലും ഒച്ചപ്പാടും ബഹളവും സൃഷ്ടിച്ചു. ബുധനാഴ്ചയായിരുന്നു കേസിനാസ്പദമായ സംഭവം. മണ്ണെണ്ണ നിറച്ച കുപ്പികൾ കടയിലേക്ക് എറിഞ്ഞ ശേഷം ഇരുമ്പ് പൈപ്പ് കൊണ്ട് കട ആക്രമിക്കുകയായിരുന്നു. ഭരണികളും സാധനങ്ങളും വലിച്ചെറിയുകയും കട തകർക്കുകയും ചെയ്തു. കട തകർത്ത ശേഷം ഇയാൾ ഓടി രക്ഷപ്പെട്ടു. ചായക്കടയിൽ അക്രമം നടത്തിയതിനും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും പോലീസ് വാഹനം കേടുവരുത്തിയതിനും ഇയാൾക്കെതിരെ കേസെടുത്തു. ഫൈസലിനെതിരെ കളമശ്ശേരി, ആലങ്ങാട്, ഇടത്തല, പാലാരിവട്ടം സ്റ്റേഷനുകളിൽ 5 കേസുകളുണ്ട്. ന്യൂസ് 18 കൊച്ചി. ദേശീയപാത 66-ലെ സ്ഥിരം അപകട മേഖലയായ മലപ്പുറം വട്ടപ്പാറയിൽ വീണ്ടും ലോറി മറിഞ്ഞ അപകടം. ആന്ധ്രയിൽ നിന്നും കൊല്ലത്തേക്ക് കമ്പിയുമായി പോകുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. പ്രധാന വളവിലെ സുരക്ഷാ ഭിത്തിയിലിടിച്ച് താഴ്ചയിലേക്ക് ലോറി മറിഞ്ഞു. ലോറി ഡ്രൈവർ തിരുവാരൂർ സ്വദേശി കുമരേശ്വര നിസ്സാര പരിക്കുകളോടെ വളാഞ്ചേരിയിലെ നടക്കാവ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വളാഞ്ചേരി പോലീസിനും ഹൈവേ പോലീസും നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. വളാഞ്ചേരി പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. താമരശ്ശേരി ഓടക്കുന്നിൽ KSRTC ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. മാനന്തവാടി സ്വദേശി അനീഷാണ് മരിച്ചത്. അനീഷ് സഞ്ചരിച്ച ബൈക്ക് എതിരെ വന്ന ബസ്സിലിടിക്കുകയായിരുന്നു. രാവിലെ 7:45 അപകടം. തിരികെ നാട്ടുവർത്തമാനത്തിലേക്ക്. വളാഞ്ചേരിയിൽ വീണ്ടും കളർ മഴ പെയ്തു. ഇന്ന് രാവിലെയാണ് ജനങ്ങളിൽ കൗതുകവും ആശങ്കയും പരത്തി കളർ മഴ പെയ്തത്. വളാഞ്ചേരിയിലെ ടാക്സി ഡ്രൈവർമാരാണ് ഈ കൗതുക കാഴ്ച മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. വളാഞ്ചേരി പ്രദേശത്ത് വീണ്ടും കളർ മഴ പെയ്തത് ഒരേ സമയം ജനങ്ങളിൽ കൗതുകവും ആശങ്കയും ഉണർത്തുന്നു. വ്യാഴാഴ്ച രാവിലെ പെയ്ത ചാറ്റൽ മഴയിലാണ് ഈ പ്രതിഭാസം വീണ്ടും രൂപപ്പെട്ടത്. മഴയിൽ റോഡരികിൽ നിർത്തിയിട്ട വാഹനങ്ങളിലെല്ലാം മഞ്ഞത്തുള്ളികൾ പതിച്ചതായി കാണുകയായിരുന്നു. സാധാരണ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇന്ന് കുറച്ച് കൂടുതലായിട്ടാണ്. എല്ലാ വണ്ടികളുടെ മുകളിലും ഇങ്ങനെ നിറയെ പുള്ളികൾ അതേമാതിരി അതിലുണ്ട്. പുറത്ത് നിൽക്കുമ്പോൾ ഷർട്ടിൽ വരെ ആയിരുന്നു. ഇതെവിടെയൊക്കെ ഷർട്ടിൽ വരെ വന്നു കഴുകി കളഞ്ഞാണ്. കളർ മഴ പെയ്തതിനു കാരണമെന്താണെന്ന് വ്യക്തമായിട്ടില്ല. 2021 നവംബർ 9-നാണ് മുമ്പ് ഈ പ്രതിഭാസം പ്രദേശത്ത് കണ്ടത്. പിന്നീട് 2 വർഷത്തിനു ശേഷമാണ് ജനങ്ങളിൽ ആശങ്ക പടർത്തി കളർ മഴ വീണ്ടും ഉണ്ടായത്. അന്നുള്ളതിനേക്കാൾ കൂടുതൽ അളവിൽ കളർ മഴ പെയ്തതായി കണ്ടുനിന്നവർ പറയുന്നു. ന്യൂസ് 18 വളാഞ്ചേരി. ചാലക്കുടി കാരൂർ റോഡിൽ 6 കിലോ കഞ്ചാവ് പിടികൂടി. കല്ലൂർ സ്വദേശി അനൂപിന്റെ വീട്ടിലും സമീപത്തെ അതിഥി തൊഴിലാളിയുടെ വീട്ടിലും നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. ഒപ്പമുണ്ടായിരുന്ന അസം സ്വദേശി ഓടി രക്ഷപ്പെട്ടു. ഒഡീഷയിൽ നിന്ന് എത്തിച്ചതാണ് കഞ്ചാവ്. നാട്ടിൽ പോയി വരുന്ന തൊഴിലാളികളെ ഉപയോഗിച്ചാണ് അനൂപ് കഞ്ചാവ് കൊണ്ടുവന്നിരുന്നത്. നിരവധി കേസുകളിൽ പ്രതിയാണ് അനൂപ്. തമിഴ്നാട്ടിൽ നിന്ന് കഞ്ചാവുമായി കേരളത്തിലെത്തിയ ദമ്പതികളെയും അത് വാങ്ങാനെത്തിയ യുവാവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇടുക്കി ശാന്തൻപാറ പോലീസാണ് തമിഴ്നാട് ഉസിലംപെട്ടി സ്വദേശി കുമാർ, ഭാര്യ രജിത, കഞ്ചാവ് വാങ്ങാനെത്തിയ ഇടുക്കി ബൈസൺവാലി സ്വദേശി വിഷ്ണു എന്നിവരെ പിടികൂടിയത്. കുമാറും രഞ്ജിതയും ബൈക്കിൽ പൂപ്പാറ എസ്റ്റേറ്റിലെത്തി കഞ്ചാവ് വിഷ്ണുവിന് കൈമാറുന്നതിനിടെയായിരുന്നു അറസ്റ്റ്. കുമാറും രഞ്ജിതയും തമിഴ്നാട്ടിൽ നിന്ന് പതിവായി കേരളത്തിലേക്ക് കഞ്ചാവ് എത്തിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു. കോഴിക്കോട് നരിക്കുനിയിൽ ആഡംബര കാറിൽ കടത്തിയ 144 കുപ്പി വിദേശ മദ്യം പിടികൂടി. വടകര മൂരാട് പാലത്തിന് സമീപം വെച്ചാണ് കാറിൽ നിന്ന് കണ്ടെടുത്തത്. മദ്യം കൊണ്ടുവന്ന നരിക്കുനി പാലത്ത് പുല്ലാളൂർ സ്വദേശി വാവിട്ടേരിപ്പോയിൽ അഭിലാഷിനെ അറസ്റ്റ് ചെയ്തു. മാഫിയിൽ നിന്നും കൊണ്ടുവന്നതാണ് പിടികൂടിയ മദ്യം. കഴിഞ്ഞയാഴ്ചയും മദ്യം പിടികൂടിയിരുന്നു. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ രാമചന്ദ്രനും സംഘവും കാറിനെ പിന്തുടർന്നാണ് പിടികൂടിയത്. തിരുവനന്തപുരം രജിസ്ട്രേഷൻ ചെയ്ത കാറിലാണ് കടത്ത് നടന്നത്. ഇയാൾ പല പ്രാവശ്യമായി മദ്യം കടത്തിയതായി എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായിട്ട്
വടകര എക്സൈസ് സർക്കിൾ ഓഫീസിലെ പാർട്ടി കോഴിക്കോട് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം രാത്രിയിലും പകലും ശക്തമായ റെയ്ഡുകൾ മദ്യത്തിനും മയക്കുമരുന്ന് മേഖലകളിൽ നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ഈ മാസം, അതായത് ഈ കഴിഞ്ഞ മാസവും ഇന്ന് 1-ാം തീയതിയായിട്ടുള്ള 4ാമത്തെ വണ്ടി ആണ് ഇപ്പം പിടിച്ചിരിക്കുന്നത്. ഇന്നിപ്പം പിടിച്ചിരിക്കുന്നത് ഒരു കാറും 144 കുപ്പികളിലായിട്ട് 72 ലിറ്റർ മദ്യം. തുടർന്നും ശക്തമായ റെയ്ഡുകൾ വടകര എക്സൈസ് സർക്കിൾ ഓഫീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. എറണാകുളം കുട്ടമ്പുഴ വാര്യം ആദിവാസി കുടിയിൽ 100 കുട്ടികൾക്ക് സ്കൂൾ ബാഗുകളും ബുക്കുകളും നൽകി. ഡീൻ കുര്യാക്കോസ് MP ആണ് ഇവ വാങ്ങി നൽകിയത്. കോൺഗ്രസ് കുട്ടമ്പുഴ മണ്ഡലം പ്രസിഡന്റ് ജോഷി പൊട്ടക്കൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വികസനകാര്യ ചെയർമാൻ സിബി KA ഉദ്ഘാടനം ചെയ്തു. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.